ഒരാളെ നിങ്ങൾ അമീറായി നിശ്ചയിച്ചാൽ, നിങ്ങളുടെ നേതാവും ഖായിദുമായി നിശ്ചയിച്ചാൽ, പിന്നെ അവരോട് തർക്കിക്കാൻ പോകരുത്. ആ നേതൃത്വത്തെ പഴിചാരി പറയരുത്. നേതൃത്വത്തെ നിങ്ങൾ മോശമാക്കരുത്. ഒരു ഉമ്മത്തിന്റെ വഹ്ദത്തിനെ ഇല്ലായ്മ ചെയ്യരുത്. വഅലാ അൻ നഖൂല ബിൽ ഹഖ് ഹൈസുമാ കുന്നാ, ഞങ്ങൾ എവിടെയാണെങ്കിലും സത്യത്തിന്റെ കൂടെ നിൽക്കൂ. ന്യായവും സത്യവും അദലും നീതിയും എവിടെയാണോ അവിടെയാണ് ഞങ്ങൾ ഉണ്ടാവുക. ഇതൊരു വലിയൊരു വിഷയമാണ്. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യാം, ഭാര്യ തെറ്റ് ചെയ്യാം, ഭർത്താവ് തെറ്റ് ചെയ്യാം, വാപ്പൻ്റെ അടുത്ത് തെറ്റ് പറ്റിയേക്കാം, ഉമ്മൻ്റെ അടുത്ത് തെറ്റ് പറ്റിയേക്കാം. നമ്മൾ ന്യായത്തിൻ്റെ കൂടെയാണ്. ഉമ്മയുടെ വാപ്പയുടെ ഒക്കെ സ്നേഹം അവിടെ തന്നെ ഇരിക്കട്ടെ, പക്ഷേ ന്യായം ന്യായമായിട്ട് അംഗീകരിക്കും. എൻ്റെ ഉമ്മ ചെയ്തതൊക്കെ ശരിയാണ്, എൻ്റെ ഭാര്യ ചെയ്തത് മുഴുവൻ ശരിയാ, എൻ്റെ മകൻ ചെയ്തത് മുഴുവൻ ശരിയാ. അങ്ങനൊരു ശരി ഇസ്ലാമിലില്ല. അത് ഹഖാണോ അദിലാണോ ഖിസ്താണോ ഒക്കെ ഇല്ലേ, നമ്മൾ നന്മയുടെ കൂടെയാണ്. വഅല്ലാ നുനാസിഅൽ അംറ കുല്ലഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ പഠിപ്പിക്കുകയാണ്. സ്വഹാബികളെ നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഹദീസുകൾ കേൾക്കുമ്പോൾ അങ്ങനെ ആലോചിക്കേണ്ടത്, ഇത് എൻ്റെ അഖലാണ്, എൻ്റെ തല. അത് വഹയും മിനദ് ദാഖിൽ, പുറത്തുനിന്ന് വരുന്ന വഹയ്, ഖുർആനും ഹദീസും ദീനിൻ്റെ ശഈറത്തുകളും ശരീഅത്തുൽ ഇസ്ലാം. അത് അഖലുൻ മിനൽ ഖാരിജ്, അത് മറ്റൊരു അഖലാണ്. അത് പുറത്തുനിന്ന് വരുന്ന അഖലാണ്, അത് മറ്റൊരു ബുദ്ധിയാണ്. ആ ഖാരിജിലെ ബുദ്ധിയെ വഹയെന്ന്, ഇത് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ ഉണ്ടാക്കി പറയല്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ അൽ വഹയു അഖ്ലു മിനൽ ഖാരിജ് വൽ അഖ്ലു വഹ്യു മിനദ് ദാഖിൽ. ഗസാലി ഇമാം അതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം എന്നറിയപ്പെടുന്നത്. എത്ര വലിയ ആഴമേറിയ അറിവുകളുടെ വാക്കുകളാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളുടേത്. യാ അല്ലാഹ്. ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു കാന യുസമ്മ ബിയൂസുഫി സ്വഹാബ. സ്വഹാബാക്കളിലെ യൂസുഫ് നബി എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. വലിയ സൗന്ദര്യമുള്ള സ്വഹാബിയായിരുന്നു ജരീർ ഇബ്നു അബ്ദുല്ലാഹി അൽ ബജലി റളിയല്ലാഹു അൻഹു. കുറച്ച് ഹദീസുകളാണ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരു വഫദിൻ്റെ കൂടെ വന്നതാണ്. ആ രംഗമൊക്കെ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ചെന്നതും കൂടുതൽ ആൾക്കാരൊക്കെ ഒട്ടപ്പുറന്ന് ഓടി മദീന പള്ളിയിലേക്ക് ഓടി. മഹാനായ ജരീർ എന്നവർ കുളിക്കാൻ പോയി, വൃത്തിയായി, ഡ്രസ്സ് മാറി, സുഗന്ധമൊക്കെ പൂശിയിട്ട് നബി തങ്ങളെ കാണാൻ വന്നു. ബാക്കിയെല്ലാവരും ഓടി. ആദ്യം തന്നെ മദീനത്തേക്ക് എത്തിയപ്പോൾ അവർ ഓടി മദീന പള്ളിയിലേക്ക്. ഈ സ്വഹാബി ഇങ്ങനെ ഒറ്റക്ക് സുമുഖനായി കുളിച്ച് വൃത്തിയായി വരുന്നത് കണ്ടപ്പോൾ ആ സ്വഹാബി ഇഷ്ടപ്പെട്ടുകൊണ്ട് നിബിതങ്ങൾ യാ ജരീർ, ഇന്ന് മഹാനായ ജരീർ റളിയല്ലാഹു അൻഹുവിനെ നിബിതങ്ങൾ ഇഷ്ടപ്പെട്ടതും മഹാനവറുകൾ ആ സ്വഭാവത്തെ നിബിതങ്ങൾ പുകഴ്ത്തിയതുമൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയാൻ ഈജിപ്തിലല്ല, മഹാനവറുകൾ അമീറായി ജോലി ചെയ്തിരുന്ന സമയം മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനവറുകൾ അമീറായിരുന്ന നാട്ടിൽ മുഗീറ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മുഹാജിറായ സ്വഹാബിയാൻ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു. മുഹാജിറാൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബിയാണ്. അങ്ങനെ മുഗീറ തങ്ങളുടെ നാട്ടിൽ ഒരു നേതാവ് മരണപ്പെട്ടപ്പോൾ അടുത്തത് ആരാണ്? വലിയ വിഷയമായി, വലിയ ചർച്ചയായി, ബഹളമായി, ബുദ്ധിമുട്ടായി. ആ സമയത്ത് ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആ നഗരത്തിലുണ്ട്. മഹാനവറുകൾ മിമ്പറിലേക്ക് കയറി ചെന്നു. ഫസഇദൽ മിമ്പർ ഫഖാമ ഖതീബൻ, അവരുടെ മുമ്പിൽ ഖുതുബ നിർവഹിക്കുകയാണ് ജരീർ തങ്ങൾ. അവിടുത്തെ നേതാവ് മരിച്ചിരിക്കുകയാണ്, പുതിയൊരു നേതാവ് വന്നിട്ടില്ല. അപ്പോഴേക്കും ആര്, ഞാൻ, നിങ്ങൾ, അവരെ എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടക്കുകയാണ്. അതൊരു ബഹളത്തിലേക്ക്, ഒരു ഫിത്നയിലേക്ക്, ഉമ്മത്തിനൊരു നേതാവില്ലാത്ത അവസ്ഥ വരുമോ എന്ന് പേടിച്ചു കൊണ്ടിരുന്നപ്പോൾ മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ നേരെ മിമ്പറിലേക്ക് കയറി ചെന്നു. മഹാനവറുകൾ അയ്യുഹന്നാസ്, ജനങ്ങളെ, അലൈക്കും ബിത്തിഖാഇല്ലാഹി വസ്സകീനഹ ഹത്താ യഅതിയകുമുൽ അമീർ ഫഇന്നമാ യഅതികും അൽആൻ.
ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വബിസ്സകീന, ശാന്തമായിരിക്കണം. ഇതൊരു നേതാവ് പറഞ്ഞാൽ അനുയായികൾ ശാന്തമായി ഇരിക്കണം. പിന്നെയും ഫേസ്ബുക്കിൽ എഴുതുക, അത് ചെയ്യരുത്. ഒരു നേതാവിൻ്റെ വാക്കിന്, ഒരു ആലിമിൻ്റെ വാക്കിന്, ഒരു സയ്യിദിൻ്റെ വാക്കിന്, നമ്മുടെ ഗുരുനാഥന്മാരുടെ വാക്കുകൾക്ക് വില കൊടുക്കുക എന്ന് പറഞ്ഞത് അദബുകളിൽപ്പെട്ട വലിയൊരു അദബാണ്. ഇൽമ് അമലില്ലെങ്കിലും ചിലപ്പോൾ രക്ഷപ്പെടുന്ന, അദബില്ലെങ്കിൽ രക്ഷപ്പെടുക പ്രയാസമാണ്. നമ്മൾ ഖലീലുൽ അദബായി മാറുന്ന ഒരു പ്രശ്നം വല്ലാണ്ട് കാണുന്നുണ്ട്. വേദന കൊണ്ട് പറയാൻ, അലൈക്കും ബിസ്സകീന, നിങ്ങൾ ശാന്തമായിരിക്കണേ, പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത്, അതാരായിരുന്നാലും. അലൈക്കും ബിസ്സകീന. എന്തൊരു മനോഹരമാണ് നമ്മുടെ ദീൻ, എന്തിനൊക്കെയാണ് മാതൃകകൾ. യാ അയ്യുഹന്നാസ് അലൈക്കും ബിത്തിഖാഇല്ലാഹ്, ജനങ്ങളെ, ഒരു നേതാവ് മരിച്ചിരിക്കുന്നു. മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹു ഇവിടെ മരിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയല്ലിൻ. നിങ്ങൾ നിങ്ങളുടെ പോരിശ പറഞ്ഞിവിടെ അടിപിടി ഉണ്ടാക്കല്ലിൻ. ഞങ്ങളാണ് അവകാശികൾ, ഞങ്ങളാണിത് ചെയ്യേണ്ടത്, ഞങ്ങൾക്കാണിതിൻ്റെ യോഗ്യത, ഇതൊന്നും പറയല്ലിൻ. അലൈക്കും ബിത്തിഖാഇല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമേ. പടച്ചവൻ കേൾക്കുന്നില്ലയോ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? വബിസ്സകീന, ശാന്തമാവിൻ. ഹത്താ യഅതിയകും അമീറുക്കും, നിങ്ങൾക്ക് അമീർ, മുഗീറ തങ്ങൾ മരിച്ചതിന് ശേഷം വരേണ്ട അമീർ ഇപ്പൊ വരും. ഇന്നഹു യഅതീകുമുൽ ആൻ ഫഇന്നമാ യഅതീകുമുൽ ആൻ, ഇപ്പൊ വരും, നിങ്ങളൊന്ന് ശാന്തമായിരിക്കണേ. ജനങ്ങൾ മുഴുവൻ ശാന്തമായിരുന്നു. മുഗീറ തങ്ങൾ മരിച്ചു കിടക്കുകയാണ് അവിടെ. ഇസ്തഅഫൂ ലി അമീരിക്കും, നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഗവർണറായ മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കിൻ. പടച്ചവനെ, ഞങ്ങളുടെ നേതാവിനെ പുറത്തു കൊടുക്കണേ എന്ന് പറയിൻ. ഫഇന്നഹു കാന യുഹിബ്ബുൽ അഫ്വ, അദ്ദേഹം ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനായിരുന്നു. ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തിരുന്ന ആളാ. അല്ലാഹുവിനോട് പറയും, നിങ്ങളുടെ നേതാവിന് മാപ്പ് കൊടുക്കണേ എന്ന്. അവരെ കൊണ്ട് ദുആരപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ഇനി പറയുന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. അല്ലയോ ജനങ്ങളെ, ഇന്നി അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബായിഉഹു അലൽ ഇസ്ലാം, പുണ്യനബി തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഹബീബിൻ്റെ പള്ളിയിലേക്ക്, മദീന പള്ളിയിലേക്ക് എൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് എൻ്റെ കൂടെ വന്ന നിവേദക സംഘത്തിൻ്റെ കൂടെ ഞാനും മദീനയിലെത്തി റസൂലുള്ളാഹി തങ്ങളെ ഒരു നോക്ക് കാണാൻ കൊതിക്കുകയും ഹബീബിൻ്റെ കൈപിടിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറയാനുള്ള മോഹം കൊണ്ട് ഞാൻ മദീന പള്ളിയിലേക്ക് ഓടി വന്നത് ഓർക്കുകയാണ്. ഫശറത അലയ്യ, ഞാൻ മുസ്ലിമാവട്ടെ എന്ന് ഹബീബായ നബി തങ്ങളോട് ഞാൻ പറയുകയും, നോക്കണം, ഞാൻ ഹബീബിനോട് ആവശ്യപ്പെടുക, തങ്ങളെ എനിക്ക് ഷഹാദത്ത് ചൊല്ലിത്തരൂ, ഞാൻ മുസ്ലിമാവട്ടെ എന്ന്. ഫശറത അലയ്യ, ഞാൻ മുസ്ലിമാവുകയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾക്ക് വേണമെങ്കിൽ എന്തു പറയാം? ആയിക്കോട്ടെ, സന്തോഷം, ഒരാളും കൂടെ എണ്ണം കൂടല്ലേ. മദീനയിൽ ഹബീബിന്റെ അനുയായികളിലേക്ക് ഒരാളല്ല 100-ലേറെ ആളുകൾ ആ വഫദിൽ വന്നിട്ടുണ്ട്. ആ സംഘത്തിൽ അതിൽപ്പെട്ട ആളാണ് ജരീർ തങ്ങള്. അവിടെ വേറൊന്നും പറയാണ്ടവരെ സ്വീകരിച്ചാൽ മതി. പക്ഷേ പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കുന്നത് ശരി തന്നെയാണ്, നല്ല കാര്യമാണ്, അതിനപ്പുറം ഇനി വേറൊരു കാര്യം പറയാനില്ല. പക്ഷേ ഫശറത അലയ്യ, എന്നോട് പറഞ്ഞു, അന്നുസ്ഹി ലികുല്ലി മുസ്ലിം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണെന്നും ആ റബ്ബിന്റെ തിരുദൂതരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരോടും വന്നുസ്ഹി, അവർക്കെല്ലാം നല്ലത് വരണമെന്ന് ജരീറെ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം. അത് ഓർത്തിട്ട് മതി നിങ്ങൾ മുസ്ലിമാവൽ. നിങ്ങൾ മുസ്ലിമായാൽ ഈ ചിന്ത എപ്പോഴും കൊണ്ടു നടക്കണം. അതിന് പറ്റുമോ? അതിന് പറ്റുമോ? പറ്റും നബിയേ, ഞാനത് ചെയ്യാം. വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും
കള്ളു കുടിച്ച് നടക്കുന്ന മനുഷ്യനാണെന്ന് വിചാരിക്കുക. അവനൊരു മുസ്ലിമായ ഉമ്മാക്കും വാപ്പാക്കും പിറന്നു, ഓൻ ജന്മത്തെ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക. ഹുക്കുമെന്താ? അവൻ കാഫിറാവോ? അവൻ ആസിയാണ്, അവൻ തെറ്റ് ചെയ്ത മനുഷ്യനാ. മുസ്ലിമല്ലേ? മുസ്ലിമാണ്. പിന്നെ അവൻ പറയണം ഞാൻ എക്സ് മുസ്ലിമാണ്, ഞാൻ പോയിട്ടുണ്ട്, അവിടെ പിന്നെ തീർന്നു. നിഷേധിക്കാത്ത കാലത്തോളം അവൻ നിസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല എന്നൊക്കെ ശരിയാണ്. സർവ്വ കുരുത്തക്കേടും ചെയ്തിട്ടുണ്ട് എന്നതും ശരിയാണ്. മരിച്ച മയ്യത്ത് നിസ്കരിക്കണ്ടേ? എന്താ ഹുക്കുമ്? മയ്യത്ത് നിസ്കരിക്കണം. എന്തേ? ഫഹുവ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ. വഹിസാബുഹു അലല്ലാഹ്, ആള് രക്ഷപ്പെടൂല്ലേ? അത് അള്ളാഹിന്റെ അടുത്തുള്ള കാര്യം, നമ്മൾ ആരും തീരുമാനിക്കേണ്ട കാര്യമില്ല. ആള് മുസ്ലിമാണോ? മുസ്ലിമാണ്. ആ മനുഷ്യന് പോലും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ. എത്ര തെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ നന്നാവണം. പടച്ചോനെ, അവനെ നീ സ്വീകരിക്ക റബ്ബേ, അവന് ഹിദായത്തിന്റെ വഴി നീ കൊടുക്കു പടച്ചോനെ, അവനെ നീ സ്വീകരിക്കണേ, അവനെ നീ പൊരുത്തപ്പെടണേ റബ്ബേ എന്ന് ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുണ്ടോ? എങ്കിൽ നമ്മൾ ഒന്നാം തരം മുസ്ലിമീങ്ങളാണ്. ഇസ്ലാമിൻ്റെ ഷിആർ എന്ന് പറയുന്നത് ഈ നസീഹത്താണ്. ഓരോരുത്തർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കലാണ്. ഈ ആഗ്രഹം പോയിട്ട് വെറുപ്പായിട്ട് മാറി എന്താവും? മുസ്ലിമീങ്ങളെ കാണുമ്പോൾ തന്നെ അവർ വെറുപ്പ്. നസീഹത്ത് വേണമെന്നാ പറഞ്ഞത്. പിശാച്ച് നമ്മളെ വഴിതെറ്റിക്കാൻ ഇടവരുത്തല്ലേ. പിശാച്ച് നമ്മളെ എടുത്ത് റാഞ്ച് കൊണ്ടുപോകും. ദീൻ അവിടെ വെച്ചിട്ട് വേറെന്തിൻ്റെയൊക്കെയോ പിന്നാലെ നമ്മൾ ഓടുന്ന അവസ്ഥ വരും. മഅദല്ലാഹ് വന്നുസ്ഹി ലികുല്ലി മുസ്ലിം. ഇത് ദീനിൻ്റെ അടിസ്ഥാനമാണ്. ഓരോ മുസ്ലിമിനും നന്മ വരണം എന്നാഗ്രഹിക്കണം. എന്നിട്ട് മഹാനായ ജരീർ തങ്ങൾ പറയാ, തങ്ങളോട് ഞാൻ പറഞ്ഞു നബിയേ, ഞാൻ ഒരുക്കമാണ് റസൂലേ, എനിക്ക് കലിമ ചൊല്ലിത്തരൂ. അപ്പോഴാ തങ്ങൾ കലിമ ചൊല്ലി കൊടുക്കുന്നത്. വന്നുസ്ഹി ലികുല്ലി മുസ്ലിം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വറബ്ബി ഹാദൽ മസ്ജിദ്. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്ന ഈ മസ്ജിദിനെ തന്നെയാണ് സത്യം. റബ്ബി ഹാദൽ, ഈ മസ്ജിദിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നി ലക്കും ലനാസിഹ്, ഞാൻ നിങ്ങൾക്ക് ഗുണമുദ്ദേശിച്ച് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശാന്തമായി ഇരിക്കുന്നെന്ന് പറഞ്ഞത്. ഇവിടെ അടിപിടി ഉണ്ടാവരുത്, മുസ്ലിം ഉമ്മത്ത് തമ്മിലടിക്കരുത്, ഇവിടെ പരസ്പരം ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുന്ന അവസ്ഥ വരരുത്, നിങ്ങളൊക്കെ നന്നാവണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ ഞാൻ എൻ്റെ റസൂലുള്ളാഹിക്ക് വാക്കുകൊടുത്തതാണ്, ഈ ഉമ്മത്തിന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ അടിപിടി ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ഈ പള്ളിയിലെ മുഴുവൻ ആളുകളോടും ഞാൻ പറയാണ്, അലൈക്കും ബിത്തിഖാഇല്ലാഹി വസ്സകീന. ഇവിടെ അമീറില്ല എന്ന് വിചാരിച്ച്, നേതാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ബഹളം ഉണ്ടാക്കുകയാണോ? അടങ്ങിയിരിക്കണം, ശാന്തമാകണം, അള്ളാഹിനെ പേടിച്ചോളൂ എന്ന് ആ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് മഹാനായ യൂസുഫ് സ്വഹാബ ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. ഇത് ബേസിക്കാണ്. അടിസ്ഥാനം തറയല്ലേ, പിന്നെ ബിൽഡിങ്ങിൻ്റെ മേലെ കെട്ടണം, തറയായിട്ടുള്ളൂ. ഇസ്ലാമിൻ്റെ റുക്കുനുകൾ 5 റുക്കുനുകളുണ്ട് എന്ന് പറയുന്ന പോലെ നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ഷഹാദത്തും, അത് പില്ലറാണ്, റുക്കുനുകളാണ്. പില്ലറുണ്ടായാൽ പാർക്കാൻ പറ്റുമോ? അതിന് ചോറ് വേണം, ഫർണിച്ചർ വേണം, പെയിൻറ് വേണം, ഒക്കെ വേണം. അതൊക്കെ പിന്നെ ചെയ്യാനുള്ളതാണ്. ഇത് അടിസ്ഥാനമാണ്, അതിൻ്റെ അസാസാണിത്. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള വലിയൊരു ദൗത്യം, ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ദൗത്യമുണ്ട്. ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആരൊക്കെ ശ്രമിക്കാറുണ്ട്. നമ്മളെല്ലാവരെയും ഓൻ പുറത്ത്, ഇവൻ പുറത്ത്, ഈ പുറത്തൊക്കെ നല്ലത് അകത്തേക്ക് നമ്മൾ എത്ര പേരെ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഞാൻ ചോദിക്കാം, നമ്മൾ എത്ര പേരെ അകത്തേക്ക് കൊണ്ടുവരുന്നു? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടക്കുമ്പോൾ ഒരാളുടെ കൂടെ ഒരാളെങ്കിലും ഒരാളെ അഹ്ലുസുന്നയുടെ അഖീദയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ, ഒരാളെ ഞാൻ നന്നാക്കി കൊണ്ടുവരട്ടെ എൻ്റെ കൂടെ. ആ മഹാസംഗമത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു 10 പേരെ എൻ്റെ നാട്ടിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു, ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരായി ഞാൻ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ശപഥം ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് അദ്ദീനു അന്നസ്വീഹ. ദീനെന്ന് പറയുന്നത് ഗുണം കാക്ഷിക്കലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സിറ്റ് അടിച്ച് കൊടുക്കലല്ല, പുറത്താക്കലല്ല. ഇത് പോയി, ഇത് പുറത്ത്, ഇത് പുറത്തില്ല. പിന്നെ ആരുണ്ടാവും ഇവിടെ? നമ്മൾ അകത്തേക്ക് ദഅവത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കാൻ പറയുന്ന വാക്കാ ദഅവത്ത്. വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുന്ന വാക്കാണ് ദഅവ. ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഈ ദീനിലേക്ക്, സമസ്തയിലേക്ക്, അഹ്ലുസുന്ന വൽ ജമാഅത്തിലേക്ക് ഒരു മനുഷ്യരെ നിങ്ങൾ കൊണ്ടുവരേണ്ടത്.
നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളാകുന്നത്. തങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ നസീഹത്തിൻ്റെ ചിന്തകൾ നമ്മളിൽ വേണം. ഇതൊക്കെ നമ്മൾ ഹദീസിൽ കിടക്കും ചെയ്യുക, നമ്മൾ വേറെ ഏതോ ലോകത്തോടും ചെയ്യുക. ഇതെന്ത് കാര്യം?